ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു അവിയൽ കൂട്ടാൻ അവിയൽ കറിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയണം. പപ്പായ കൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിയൽ. അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു പച്ച എടുത്തിട്ടുണ്ട്, പപ്പായ. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ നീളത്തിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഒന്ന് നമ്മുടെ വീഡിയോ ആരും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ എന്താ പറയുക, ഹൈപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പപ്പാളയൊക്കെ മുറിച്ച് 2-3 പ്രാവശ്യം കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി നന്നായി ചൂടായ ശേഷം ഞാൻ അതിലോട്ട് പപ്പായ ഇട്ടിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കത് നേരെ പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്നും നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ അവിയൽ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെയാണ് ഇത് വെക്കുക, വേറെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പകരം, അവിയലിൻ്റെ കഷ്ണങ്ങളുടെ പകരം നമ്മൾ പപ്പായ എടുക്കണമെന്ന്. ഞങ്ങളുടെ അവിടെ പപ്പാളങ്ങ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് സോറി. അപ്പോൾ ഞാൻ 2-2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായ ശേഷം പപ്പായ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കൂടുതലൊന്നും ഒഴിക്കണ്ട. ഒരു കുഞ്ഞ്, ഇപ്പോൾ വെളിച്ചെണ്ണൻ്റെ വിലയ്ക്ക് അപ്പോൾ നമുക്ക് കഷ്ണം ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി ലേശം ഉപ്പ് ചേർക്കണം, അതേപോലെ തന്നെ 2 നുള്ളു കറിവേപ്പില. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കറിവേപ്പിലയില്ലേ നമ്മുടെ, അതൊരു 2 തണ്ട്, 2 കൊത്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കണം. എന്നാലും ഫസ്റ്റ് നമ്മൾ അത് വേകുമ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ല മണമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ പപ്പായയും ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്കിത് വേകാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അടച്ച് വെച്ച് വേകാൻ വയ്ക്കുമ്പോഴേക്കും ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളക്, അതേപോലെ 2 വെളുത്തുള്ളി വേണം. കാരണം നമുക്ക് പപ്പായൻ്റെ സ്മെല്ല്, മണം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഏറ്റവും നല്ലതാണ്, ഗ്യാസിനൊക്കെ നല്ലതാണ്. ഞാനിവിടെ എല്ലാ കറിയിലും ചേർക്കുന്നതാണ്. അപ്പോൾ കടുക് താളിക്കുമ്പോൾ എല്ലാത്തിലും 2 കൊത്ത് വെളുത്തുള്ളി ഞാൻ കുത്തിച്ചയച്ചിടും. അപ്പം അതേപോലെ തന്നെ ഇതിൽ നിർബന്ധമില്ല, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. ഞാൻ 2 വെളുത്തുള്ളി 2 കൊത്തെടുത്ത് തൊലിച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ജീരകം, പെരുംജീരകമല്ല, നമ്മുടെ സാദാ ജീരകം ലേശം ഒരു നുള്ളിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നുള്ളിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 3 കൂടി നമുക്ക് ലേശം തൈര്, നമുക്ക് ആവശ്യത്തിന്, അത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള തൈര് കേട്ടോ. അപ്പം തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വെച്ചാൽ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. നന്നായി അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലോട്ട് സിമ്മാക്കിയിട്ട് ഞാൻ ആ തേങ്ങ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയത്തിൽ തന്നെ നമുക്കിത് വെച്ചിട്ട് നന്നായി ആ തേങ്ങയും എന്താ പറയുക, തേങ്ങയൊക്കെ ഈ പപ്പാളങ്ങയിൽ പിടിക്കണവരെ, എരിവ് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊന്ന് പിടിക്കണവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒതുക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം. അപ്പോൾ പുളിപ്പ് പോരെങ്കിൽ നമുക്ക് തേങ്ങയിൽ ലേശം ഒരു പോരെങ്കിൽ, പുളിപ്പ് പോരെങ്കിൽ ഇത്തിരി ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുളിപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം, ഇത് കൂട്ടാൻ കറി വെച്ചും കൊണ്ട് അപ്പം തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു നൈറ്റൊക്കെ വെച്ചിട്ട് നന്നായി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആ പുളിയൊക്കെ നന്നായി അതിലോട്ട് ഇറങ്ങി നന്നായി പിടിക്കും. ഒരു രാത്രി വെച്ചിട്ട് രാവിലെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ അവിയൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പപ്പായ കൊണ്ട് ഉപ്പേരി വെച്ചത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഇത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ബായ്.